നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പ്രദീപ് കുമാറിനെ വെട്ടിമാറ്റി മെഹബൂബിനെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി വാഴിച്ചതോടെ ഒരു കാര്യം വ്യക്തമായി. കേരളത്തിലെ CPM-ൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ PWD മന്ത്രി മുഹമ്മദ് റിയാസ് പിടിമുറുക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല മലബാറിലാകെ വളരെയധികം ജനകീയ അംഗീകാരമുള്ള നേതാവാണ് പ്രദീപ് കുമാർ. 3 തവണ MLA ആയിരുന്ന പ്രദീപ് കുമാർ ഒരു കാലത്ത് VS അച്യുതാനന്ദൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അതോടൊപ്പം തന്നെ 3 തവണ MLA ആയിരുന്നു. അതുമാത്രമോ, TP ചന്ദ്രശേഖരൻ്റെ കുടുംബവുമായി ഇപ്പോഴും നല്ല വ്യക്തിബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ് പ്രദീപ് കുമാർ. TPയുടെ മകൻ അഭിനന്ദിൻ്റെ വിവാഹത്തിന് പ്രദീപ് കുമാർ അവിടെ ചെല്ലുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ജനകീയാംഗീകാരമുള്ള നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് പേരുള്ള യാതൊരു അഴിമതി ആരോപണങ്ങളും ഇതുവരെ നേരിടാത്ത പ്രദീപ് കുമാർ തന്നെയായിരിക്കും കോഴിക്കോട് ജില്ലയിൽ CPM-നെ നയിക്കുക എന്ന് ഏറെക്കുറെ ഉറപ്പിച്ച സമയത്താണ് കൺസ്യൂമർ ഫെഡ് ചെയർമാനായ മെഹബൂബ് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയായി അവരോധിതനാകുന്നത്. എന്തുകൊണ്ടാണ് ഇതെന്ന് ചോദിച്ചപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഇംഗിതമനുസരിച്ചാണ് മെഹബൂബ് ജില്ലാ സെക്രട്ടറി ആയതത്രേ. കാരണം റിയാസിൻ്റെ വിശ്വസ്തനാണ് മെഹബൂബ്. മെഹബൂബിനെ ജില്ലാ സെക്രട്ടറിയാക്കാൻ ഏതാണ്ട് 2 ദിവസത്തിൽ കൂടുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് സമ്മേളന പരിപാടികൾ നിയന്ത്രിച്ചാണ് അദ്ദേഹത്തെ ഈ പദവിയിൽ എത്തിച്ചതത്രേ. കാരണം പ്രദീപ് കുമാറിനെ ജില്ലാ സെക്രട്ടറിയാക്കാൻ ഒരു കാരണവശാലും സാധ്യമല്ലെന്ന് പിണറായി വിജയനും മുഹമ്മദ് റിയാസും നേരത്തെ തന്നെ ആലോചിച്ച് ഉറപ്പിച്ചിരുന്നു. കാരണം റിയാസുമായി പാർട്ടിയിൽ ഏറ്റുമുട്ടൽ നടത്തുന്ന ഒരു വിഭാഗത്തിൻ്റെ നേതാവാണ് പ്രദീപ് കുമാർ. പ്രദീപ് കുമാർ ഒരിക്കലും അങ്ങനെ ആർക്കും വഴങ്ങിക്കൊടുക്കുന്ന ആളല്ല, മുഹമ്മദ് റിയാസിന് പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി ആക്കിയാൽ കോഴിക്കോട് തൻ്റെ കൈക്കുമ്പിളിൽ കൊണ്ടുവരാൻ കഴിയും ഇല്ല എന്ന ധാരണ കൃത്യമായിട്ട് മുഹമ്മദ് റിയാസിന് ഉണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയെ തൻ്റെ കൈക്കുമ്പിളിൽ ഒതുക്കുക എന്ന കൃത്യമായ ഉദ്ദേശത്തോടെ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകിയ മുഹമ്മദ് റിയാസ് അതിനാദ്യം ചെയ്തത് പ്രദീപ് കുമാറിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കുക എന്നതായിരുന്നു. ഇത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയുമായിട്ടുണ്ട്. കാരണം CPM-ന് ഏറ്റവും അധികം MLA-മാരുള്ള ജില്ലയാണ് കോഴിക്കോട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് അടങ്ങുന്ന ഈ 3 ജില്ലകളാണ് യഥാർത്ഥത്തിൽ CPM-ൻ്റെ ശക്തി കേന്ദ്രം. അതുമാത്രമല്ല വയനാട്ടിലും മുഹമ്മദ് റിയാസിൻ്റെ അടുത്തയാളായ റഫീഖാണ് ഇത്തവണ ജില്ലാ സെക്രട്ടറി ആയത്. പാർട്ടിയിൽ താരതമ്യേന ജൂനിയറാണ് റഫീഖ്. ഏതാണ്ട് 35 വയസ്സ് പ്രായമേ ഉള്ളൂ അദ്ദേഹത്തിന്. പാർട്ടിയിൽ താരതമ്യേന ജൂനിയറായ റഫീഖിനെ ജില്ലാ സെക്രട്ടറി ആക്കിയതിൽ പല സീനിയർ നേതാക്കൾക്കും എതിർപ്പുണ്ടായെങ്കിലും അതെല്ലാം മറികടന്നാണ് അദ്ദേഹത്തെ ആ പദവിയിൽ കൊണ്ടിരുത്തിയത്. ഏതാണ്ട് അതേ തലത്തിലുള്ള നീക്കമാണ് കോഴിക്കോടും മുഹമ്മദ് റിയാസും പിണറായി വിജയൻ നടത്തിയത്. പ്രദീപ് കുമാറിനെ വെട്ടിനീക്കി മുഹമ്മദ് റിയാസിന് എതിരാളികളാരും കോഴിക്കോട് ഇല്ലാതിരിക്കുക എന്ന തന്ത്രമാണ് അവിടെ പയറ്റിയത്. കാരണം വരുന്ന പാർട്ടി കോൺഗ്രസിൽ മുഹമ്മദ് റിയാസ് കേന്ദ്ര കമ്മിറ്റിയിലെത്തുമെന്ന് CPM നേതാക്കൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ റിയാസ് ഇനി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കടക്കാൻ പോവുകയാണ്. CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും 75 വയസ്സ് കഴിഞ്ഞ പല നേതാക്കളും കേരളത്തിൽ നിന്നടക്കമുള്ള പല നേതാക്കളും ഒഴിവാവുകയാണ്. കാരണം 75 വയസ്സാണ് അവിടുത്തെ പ്രായപരിധി. അപ്പോൾ EP ജയരാജൻ, KK ശൈലജ അടക്കമുള്ള നേതാക്കളെല്ലാം അവിടെ നിന്നും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിവാവേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ നിന്നൊരു പുതിയ തലമുറ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തും. അതിൽ പ്രധാനപ്പെട്ടയാൾ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് ആയിരിക്കും. ഇതെല്ലാം കണ്ടറിഞ്ഞുള്ള നീക്കമാണ് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ കണ്ടതെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നത്. റിയാസിൻ്റെ സ്വന്തം ആളെ ജില്ലാ സെക്രട്ടറി ആയി വെച്ചാൽ പിന്നെ കോഴിക്കോട് ജില്ലയിലെ CPM മുഹമ്മദ് റിയാസിൻ്റെ കൈക്കുമ്പിളിൽ അമർന്നിരിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ നേരിട്ടിറങ്ങി പ്രദീപ് കുമാറിനെ വെട്ടിനീക്കിയത്. ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ CPM-നെ മുഹമ്മദ് റിയാസിൻ്റെ കയ്യിൽ കൊണ്ടുവരാൻ, മുഹമ്മദ് റിയാസിൻ്റെ കക്ഷത്തിൽ കൊണ്ടുവയ്ക്കാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്നാണ് പാർട്ടിയിലെ പിണറായി വിരുദ്ധർ മുറുമുറുക്കുന്നത്. പക്ഷേ ഇതൊന്നും ആർക്കും പുറത്തു പറയാനുള്ള ധൈര്യമില്ല. ഒരു വേള കുറച്ച് കഴിയുമ്പോൾ CPM ഏതാണ്ട് പൂർണ്ണമായി തന്നെ മുഹമ്മദ് റിയാസിൻ്റെ കയ്യിൽ അമരുമെന്നും റിയാസ് തീരുമാനിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കുമെന്നുമാണ് ഇപ്പോൾ CPM നേതാക്കൾ പലരും അടക്കം പറയുന്നത്. അതിൻ്റെ ടെസ്റ്റ് ഡോസാണ് കോഴിക്കോടും വയനാട്ടിലുമെല്ലാം കണ്ടതും. ഏതായാലും ഈ നിലവിൽ മുഹമ്മദ് റിയാസിനും പിണറായി വിജയനുമെതിരെ പറയാൻ ധൈര്യമുള്ള ആരും CPM-ന് ഇല്ല എന്നതുകൊണ്ട് എല്ലാവരും ഇതെല്ലാം കടിച്ച് പിടിച്ച് ഒതുക്കുകയാണ്.